ഹായ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ സെക്രട്ടറിയും പിന്നെ എൻ്റെ അടുത്ത കൂട്ടുകാരിയുമായ പാറുവിൻ്റെ വീടാണ്. പത്തനംതിട്ടയിൽ ഞാൻ ഇടയ്ക്ക് പോയിട്ട് താമസിക്കാറുണ്ട്. ഇപ്പം താമസിക്കുമ്പോൾ ഒരു 2-3 ദിവസമൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം ലോങ് ആണല്ലോ, അതുകൊണ്ട് 2 ദിവസം ഏറെ നിൽക്കാറുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒന്നും പോലെ അത്ര എന്താ പറയുക, ശബ്ദങ്ങളൊന്നും വല്ലാതെ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈലൻ്റ് ഏരിയ ആണ് ഇവരെ വീടിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ റോട്ടിൽ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. ഇവിടെ സൈലൻ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വല്ലാതെയുള്ള ശബ്ദം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിലും എന്താ പറയുക, റബ്ബർ എസ്റ്റേറ്റ്. ഇപ്പോൾ കാണുന്നതൊക്കെ റബ്ബർ എസ്റ്റേറ്റാണ്. ഒരുപാട് സ്ഥലത്തില്ലെങ്കിലും കൂടിയിട്ട് കുറച്ച് സ്ഥലമാണ്, പക്ഷെ എന്നാലും കൂടി കുറേ ഗ്യാപ്പിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടേക്ക്. വീടുകളും തൊട്ടടുത്തുണ്ട്, ഇല്ലായകയല്ല. എന്നാൽ പോലും ഇവിടുത്തെ അത്രയും കൊണ്ട് എന്താ പറയുക, ഒച്ചപ്പാടൊന്നും അവിടെ ഉണ്ടാവില്ല. കാരണം എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒച്ചപ്പാട് ബഹളമായി താമസിച്ചിട്ട് പോയിരുന്ന ആൾക്കാർക്കൊക്കെ നല്ലോണം ഒരു സൈലൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഗാർഡനൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇതൊക്കെ. അപ്പോൾ ഫ്രണ്ടിലേക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട്, ചെടികളായിട്ടും. CC ഉണ്ട്. ഉമ്മർത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഇതൊക്കെയാണ്. പിന്നെ ഇതൊരു കുഞ്ഞു ഗാർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, പച്ച പുല്ലുകളിൽ ചെറിയൊരു എന്താ പറയുക, കോർണർ ഭാഗം സെറ്റ് ചെയ്തിട്ട് അതിന് ചുറ്റിലും ചെടികൾ നല്ല ഭംഗിയുള്ള ചെടികളും വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായി തോന്നുന്നുണ്ട്. വീടിൻ്റെ അവരുടെ സൈഡ് ഭാഗം തൊട്ടപ്പുറത്തും റബ്ബറാണ് കേട്ടോ. റബ്ബർ ചെറിയ കുറച്ച് സ്ഥലമാണ് ഉള്ള സ്ഥലത്തും റബ്ബറാണ്. ഇപ്പോൾ വീടിൻ്റെ ഒരു സൈഡാണിത്. ഇതാണ് ഇത് അവരെ ഒരു വർക്ക് ഏരിയ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനും തുണികളൊക്കെ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇടാനും തോരയിടാനൊക്കെ ആയിട്ട് ഗ്രില്ല് ചെയ്തിട്ടുള്ള ഒരു ഏരിയ. അതായത് അടുക്കള, ഇതാണ് അടുക്കള. വിറകടുപ്പുണ്ട്, ഗ്യാസ് സ്റ്റൗവും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുക്കളയ്ക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ഥലമാണ് ഈ അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഓപ്പണായിട്ട് ഇങ്ങനെ ഈ നമ്മൾ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ ചുറ്റും ഇങ്ങനെ പുറമെയുള്ള ഇതൊക്കെ കാണാം. അടച്ചിട്ട് കിടക്കണമല്ലല്ലോ, വായുവൊക്കെ കിടക്കണതും ഇതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണത്. ഇങ്ങനെയാണ് അവർ അടുക്കള സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് വാതിലടച്ച് പൂട്ടിയിട്ടുള്ളതല്ല, ഇങ്ങനെ ഗ്രില്ലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗം ഇവിടെ പിന്നെ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ എനിക്ക് നനവ് തട്ടാതിരിക്കാനൊക്കെ അത് നല്ലതാണല്ലോ. പിന്നെ ഈ ഭാഗം പോയി ടാർപ്പായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ഇട്ടിട്ട് ഇത് വണ്ടി അവർ കാർ എടുത്തപ്പോൾ ടാർപ്പായ അവിടെ കെട്ടിയതാണ്. പിന്നെ ഈ വീടിനോട് ചേർന്ന ഈ ബാക്കി വന്ന സ്ഥലത്ത് അവർ സ്ഥലമൊന്നും വേസ്റ്റാക്കാതെ ഒക്കെ നല്ല ഫ്രൂട്ട്സ് ആയിട്ടായാലും അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ആയിട്ട് അത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടമായത്. വേപ്പിലുണ്ട്, അതുപോലെ കപ്പ നട്ടുണ്ട്. അത് അവർ അത്യാവശ്യം നട്ടിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഞാനത് കഴിക്കുകയും ചെയ്തതാണ്. പിന്നെ ചേന, ചീര, അങ്ങനെ അത്യാവശ്യം വേണ്ട ഇതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കപ്പയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ അമ്മ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്ഥലത്തൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. അത് ഓമക്കായ അധികം ഉയരമില്ലെങ്കിലും കൂടിയിട്ട് അത്യാവശ്യം കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചെറിയ മാവ് തൈകൾ, അതായത് ഇതൊക്കെ ബഡ് ചെയ്തുള്ള മാവും തൈകളാണ്. അപ്പോൾ പിന്നെ ബഡ് ചെയ്തുള്ളതാണ്. മാവും ലാവൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം കാലം കാത്തിരിക്കേണ്ട. നമ്മളെയൊന്നും മുന്നെയൊക്കെ വീട്ടിലെല്ലാം ഉണ്ടായിരുന്ന പോലെ അധികം ഉയരം വെച്ചിട്ട് മറ്റുള്ളവർക്ക് ശല്യമാവും വേണ്ടല്ലോ.
അപ്പോൾ അത് ബഡ് ചെയ്തതാകുമ്പോൾ പെട്ടെന്ന് കായും ഉണ്ടാവും. നമ്മളെ വീട്ടിലെ അത്യാവശ്യത്തിനുള്ള മാങ്ങയും അതിലും ചക്കയിലും നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഒരു വീട്ടിൽ മെറ്റൽ ഇട്ടിരിക്കുകയാണ്. ഈ ഭാഗത്തും ഈ സൈഡിലും ഒരു ചെടികൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ കപ്പയുണ്ട്. പിന്നെ ചെടികൾ, ഒരുപാട് ചെടികളുണ്ട്. ഒരു നല്ല നല്ല ചെടികൾ ഒക്കെ ചെടിച്ചട്ടിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ ആ കാണുന്ന നായക്കൂടാണ്, ഗേറ്റിനോട് ചേർന്നിട്ടാണ് നായക്കൂട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ 2 ആൾക്കാരുണ്ട് അതിൽ. ഒന്നൊരു നാടൻ നായുണ്ട്, പിന്നെ ലാബ് ഉണ്ട്. നല്ല ഭംഗിയുള്ള കളർ ചെടികൾ. ഞാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഇടയ്ക്കൊക്കെ നടക്കും. ഈ പൂവിൻ്റെ കളറൊക്കെ കണ്ടിട്ട് നല്ല നല്ല കളറുള്ള പൂവൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പം നായക്കൂടിലും അവർ ചെടി സെറ്റ് ചെയ്തിരിക്കണം കണ്ടോ, ചെടി തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ലാബ് കറുപ്പാണ്, അത് പട്ടിയാണ്. ഡോണമോളും നോനപ്പനും. അപ്പോൾ എവിടെയും സ്ഥലം അല്ലാതെ ഇതായിട്ടില്ല, സ്പേസ് എല്ലായിടത്തും അവർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെടികളായിട്ടായാലും ഓരോ എന്താ പറയുക മരങ്ങളായിട്ടായാലും. ഇത് റെഡ് ലേഡിയാണ്, റെഡ് ലേഡി ഓമക്കായ. നല്ല ഓറഞ്ച് കളറായിരിക്കും ഇത്. അതുപോലെ ചക്ക കണ്ടില്ല, ബഡ് ചെയ്ത ചക്കയാണ്, ആ പ്ലാവാണിത്. അപ്പോൾ അതിൽ തന്നെ അത്യാവശ്യം ചക്ക, അവർക്കുള്ള ചക്ക തന്നെ അതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇത്രയും ഉയരം തന്നെ വയ്ക്കുള്ളൂ. ഓവർ ഉയരം വെച്ചിട്ട് അപ്പുറത്തേക്ക് ചാഞ്ഞ് ഇപ്പുറത്തേക്ക് ചാഞ്ഞ് അത് വെട്ടാൻ നടന്ന് പരാതികളായി. അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ബഡ് ചെയ്ത മരങ്ങളാകുമ്പോൾ പിന്നെ അധികം ഉയരം വയ്ക്കില്ല. ഉണ്ടെങ്കിലും നമുക്കത് തലപ്പ് വെച്ച് വെട്ടി കൊടുക്കാവുന്നേ ഉള്ളൂ. കായും കൊണ്ട് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഉമ്മർത്തിൻ്റെ മറ്റൊരു സൈഡ്, അവിടെ അവർ ഈ പറഞ്ഞ ചെറിയ ഗ്രാസ് വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഉമ്മർത്ത് സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് മഴയൊക്കെ പെയ്യുമ്പോൾ അങ്ങനെ ചായ കുടിച്ചിട്ട് ഇരിക്കുക, ഇരുന്ന് നോക്കാൻ. ചുറ്റിലും ഈ പച്ചപ്പ്, അതായത് റബ്ബർ തോട്ടമൊക്കെ ഉള്ളത് കണ്ട് ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്. പിന്നെ ചെടികളും അങ്ങനെ അത്യാവശ്യം ചെടികളുള്ള കാരണം കൊണ്ട് അതിൻ്റെയും ഭംഗി. CC ക്യാമറ ഒരു 3 സ്ഥലത്തായിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഒന്ന് ഫ്രണ്ടിലും, ഒന്ന് അടുക്കളുടെ ഭാഗത്തും, ഒന്ന് ഈ വീടിൻ്റെ ഈ സൈഡിലും. പിന്നെ കിണറും അതുപോലെ തന്നെ നമ്മൾ അടുക്കളുടെ ഭാഗത്തുനിന്ന് ഇറങ്ങുന്നവർക്ക് തന്നെ കിണർ. പിന്നെ ഇത് ഒരു റോഡിൻ്റെ അവിടേക്ക് ഞാൻ ഇറങ്ങിയിട്ട് എടുത്തുള്ള വീഡിയോ ആണ്. അവരെ മതിൽ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുള്ള ഭാഗം. ഇനി വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇതാണ് മരത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ട്രേ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഫ്രണ്ടിൽ ചെടികളൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് സെറ്റൊക്കെ ആയിട്ട്. പിന്നെ ഡൈനിങ് ടേബിൾ ഇവിടെ ഉണ്ട്, ഡൈനിങ് ഹാളായിട്ട് തന്നെ. ഡൈനിങ് ഹാളിൽ നേരെ സ്റ്റെയർ കേസ്, എൻ്റെ തൊട്ടുപുറത്ത് വാഷ് ബേസ്. ഇത് ഇവിടെ ഒരു റൂമിലേക്കുള്ള ഒരു ബെഡ്റൂമാണ്. അതായത് ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ കിടക്കണ മുറിയാണത്. ഞാൻ പോയി കഴിഞ്ഞാൽ കിടക്കാറുള്ള മുറിയാണ്. ആ തറ്റത്താണ്, ഈ ജനലിനോട് ചേർന്നുള്ള സ്ഥലത്താണ് കിടക്കാറ്. കാരണം വേറെ ഒന്നുമല്ല, നല്ല സുഖമാണ് കിടക്കാൻ. അവർ ജനൽ തീരെ അടച്ചിടാറേ ഇല്ല. എനിക്ക് അതിശയം തോന്നും, വല്ല ജന്തുക്കൾ എന്തെങ്കിലും വരുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ജനൽ അവർ ഫുൾ ടൈം, അതായത് രാവിലെയും വൈകിട്ട് അവർ ജനൽ അടയ്ക്കാറേ ഇല്ല, രാത്രിയായാലും. അപ്പോൾ അതുകൊണ്ടൊക്കെ ചൂടും ഒന്നും അറിയില്ല. എത്ര ചൂടുകാലമായാലും നല്ല സുഖമാണ്. അപ്പോൾ ഇവിടെ കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെടികളും ഒക്കെ കിടക്കണോർന്ന് തന്നെ കാണാം. ജനൽ തീരെ അടച്ചിട്ടില്ല. അപ്പം ഇനി മഴക്കാലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ സൈഡിലായിരുന്നു ഞാൻ, ഇവിടെയാണ് ഈ സൈഡിലാണ് കിടക്കാറ്. അപ്പുറത്തെ സൈഡിൽ അവിടെ ഇടയ്ക്ക് വന്ന് കിടക്കും. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കും കേട്ടോ പാറും. അങ്ങനെയാണ് പാറും ഹസ്ബൻഡും ഒരു മക്കളായാലും ഒക്കെ. നല്ല വീട് നല്ല ക്ലീനായിട്ട് നല്ല ഇതിൽ കൊണ്ടു നടക്കും.
എല്ലാം നല്ല എന്താ പറയുക, നല്ല അടുക്കും ചിട്ടയായിട്ടാണ് എല്ലാതും അവർ ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിലെ അലമാരയിൽ ഒരു വീഡിയോ. ഇതുപോലെ അടുത്ത ഒരു മരത്തിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്. ആദ്യം മരം പോലെ മരത്തിൻ്റെ ഒരു കൊമ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അതിൽ സൂക്ഷിച്ച് നോക്കുമ്പോൾ കിളികളെ ഇരിക്കുന്നത് പോലും ഞാനും കാണുന്നത്. അത് നല്ല ഭംഗിയുണ്ട്. എനിക്ക് സ്റ്റെയർ കേസിന് അതിനുള്ള റൂമായിട്ട് എടുത്തിട്ടില്ല. അവർ ഓപ്പൺ ടെറസ് ആക്കിയിട്ടാണ് വെക്കുന്നത്. തൊട്ടടുത്തായിട്ട് ഒരു അലമാരയും ഇട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ടെറസാണ്. അവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലതും നല്ല ഭംഗിയിട്ടുണ്ട്. എല്ലാം ഒരു സിമ്പിളായിട്ട് ഓവർ ആയിട്ടുള്ള ഒരു ഇതുമല്ല ചെയ്തിട്ടുള്ളത്. ഇനി ഇത് പാറുവിൻ്റെ ബെഡ്റൂമാണ്. പാറുവിൻ്റെ ബെഡ്റൂമിൽ ചെടി, അത് പ്ലാസ്റ്റിക്കാണ്. കുറേ പാവകളുണ്ട്. അവരത് മാറ്റി വെച്ചിട്ട് പാട്ട് സ്റ്റീരിയോ വയ്ക്കാറുണ്ട്. അതിനായിട്ടുള്ള ഇതാണ്. പിന്നെ എല്ലാവരും മാറ്റുണ്ട്. കട്ടിലിൻ്റെ അടിയിലായിട്ട് മാറ്റ് വെച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ടൊക്കെ നല്ല നമ്മൾ കിടക്കലേക്ക് കയറുകയാണെങ്കിലും കൂടിയിട്ട് നല്ല നീറ്റാവുമല്ലോ. പിന്നെ റാക്കിൽ കുറേ ബുക്കുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാറുവിൻ്റെ ബെഡ്റൂം. ഇനി ബെഡ്റൂം അവിടെ നിന്ന് വന്ന് നമ്മൾ ഹാളിലേക്ക് വന്നിട്ട് ഹാളിൽ നിന്ന് നേരെ കിച്ചണിലേക്കാണ്. അതാണ് കിച്ചൺ എന്ന് പറയുമ്പോൾ അവർ ഉപയോഗിക്കണില്ല, കിച്ചണായിട്ട് ഉപയോഗിക്കണില്ല. അപ്പോൾ ഒരു സ്റ്റവ് അവിടെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഗ്യാസൊന്നും ഇവിടെ വെച്ചിട്ടല്ല ഉപയോഗിക്കുന്നത്. അതൊക്കെ അതിനോട് ചേർന്ന് തൊട്ടപ്പുറത്ത് കാണുന്ന കിച്ചണിലാണ് അവർ ഉപയോഗിക്കുന്നത്. സ്റ്റവൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവിടെയും വാഷ് ബേസും ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഇവിടെയാണ്. പിന്നെ ഇവിടെ കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. അപ്പോൾ അത്യാവശ്യ പാത്രങ്ങളും ഒരുപാട് പറഞ്ഞ പോലെ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അവർക്ക് ഉപയോഗിക്കേണ്ട ഒരു വീട്ടിൽ വേണ്ട അത്യാവശ്യം പാത്രങ്ങൾ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതുതന്നെയാണ് അവർ കബോർഡിൻ്റെ ഉള്ളിലും വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള തന്നെ കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി തോന്നുന്നത്. കാരണം എല്ലാം നല്ല അടുക്കും ചിട്ടയിലാണ് എല്ലാതും ഇരിക്കുന്നത്. ഇവിടുന്ന് ഇറങ്ങണത് നേരെ അടുക്കളയിലേക്ക്, അതായത് മറ്റേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല വിറക് കത്തിക്കാറ് അടുപ്പ് അധികം ഉപയോഗിക്കാറില്ല. ഗ്യാസിന്മേൽ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിണറുണ്ട്. കിണർ ഭാഗം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നായക്കുട്ടികളൊക്കെ ഇവിടെ ഇരുന്ന് വിളിച്ച് കഴിഞ്ഞാൽ അവർ കൊണ്ട് നോക്കിയിരുന്ന് അവരോടൊക്കെ വർത്തമാനം പറയുന്നത് ഇവിടെ ഇരുന്നിട്ടാണ് കൂടുതലും. ഇതാണ് അടുക്കള. ഇത് വിറകടുപ്പ്, ഇത് പുകയില്ലാത്ത അടുപ്പ്. പക്ഷെ അധികം ഉപയോഗിക്കാറില്ല കേട്ടോ. അത്യാവശ്യഘട്ടത്തിൽ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് തോന്നുന്നു. എപ്പോഴും നീറ്റാക്കിയിട്ടിരിക്കും ഞാൻ. എന്നിട്ട് ചീത്തറിയും ചെയ്യും. എപ്പോഴും ഇങ്ങനെ ക്ലീനാക്കിക്കൊണ്ടിരിക്കും. അവൾക്കൊരു എന്താ പറയുക, ഒരു കരട് പോലും അങ്ങനെ കാണാൻ പാടില്ല. ഒക്കെ നല്ല നീറ്റിലായിരിക്കും വല്ലതും. ഇപ്പോൾ ഇത് അടുക്കളയിലത്തെ അത്യാവശ്യ സാധനങ്ങൾ, പൊടി ഐറ്റംസ്, അല്ലെങ്കിൽ മറ്റുള്ള പഞ്ചസാര, ഉപ്പ്, അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ചെറിയ ചെറിയ റാക്കാണ്.
നോക്കി ഇറങ്ങുന്നത് തന്നെ. ഇനി ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹാളിലെ സ്റ്റെയർ കേസിനോട് ചേർന്നിട്ട് തന്നെയാണ് വാഷ് ബേസിൻ. അതും ഈ പറഞ്ഞ പോലെ തന്നെ പച്ച ഗ്രാസ് കണ്ണാടിക്ക് ചുറ്റും സെറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഇവിടെയാണ് അവർ വിളക്ക് വെച്ചിട്ടുള്ളത്, കൃഷ്ണൻ്റെ